ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ സത്യം പറയണേ അച്ഛനെ കുറിച്ച് ശാരദാമ്മയ്ക്ക് എല്ലാം അറിയാമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ശാരദാമ്മ വിചാരിക്കും ഇനിയും സത്യയിൽ നിന്നും എല്ലാം ഒളിച്ചു വെക്കുന്നത് കടുത്ത വഞ്ചനയാണ്. ഒന്നെങ്കിൽ യഥാർത്ഥ സത്യം എന്താണെന്ന് തുറന്നു പറയാ, അല്ലെങ്കിൽ ഒരിക്കലും അച്ഛൻ സത്യയുടെ മുന്നിലേക്ക് വരില്ലെന്നുള്ള സത്യം അറിയിക്ക. ഈ കുരുന്നു മനസ്സിന് ആശ കൊടുത്തുകൊണ്ട് ഇനി മുന്നോട്ട് പോവാനാവില്ല. സത്യക്കും ശാരദാമ്മ എന്താ ആലോചിക്കുന്നത്? ശാരദാമ്മ പറയും, മോളുടെ അച്ഛൻ വരില്ല. സത്യം അങ്ങ് ഞെട്ടിപ്പോകും. മോളെ സങ്കടപ്പെടുത്തണ്ടെന്ന് കരുതിയാ ശാരദാമ്മ ഒന്നും പറയേണ്ടിരുന്നത്. മോളെ കാണുന്നുണ്ടായിരുന്നെങ്കിലേ എത്രയോ നാള് മുന്നേ വരേണ്ടതാ. അതുകൊണ്ട് ശാരദാമ്മ പറയുന്നത്, അച്ഛൻ വരുന്ന വാശി പിടിച്ച് മോളെ ഇനിയും ഇങ്ങനെ കാത്തിരിക്കേണ്ട. അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. മോളെ കാണണമെന്നും മോളുടെ അമ്മയെ കാണണമെന്നും നിങ്ങളോടൊത്ത് ജീവിക്കണമെന്ന് അച്ഛന് ആഗ്രഹം ഉണ്ടെങ്കിലല്ലേ അച്ഛന് നിങ്ങളെ കാണാൻ ഇഷ്ടമുണ്ടാവൂ. അതില്ലാത്ത ആളോട് നമ്മൾ എത്ര നിർബന്ധിച്ചാലും എത്ര പറഞ്ഞു കൊടുക്കാൻ നോക്കിയാലും കേൾക്കില്ല. അതുകൊണ്ട് ശാരദാമ്മ പറയുന്നത്, വരാത്തവരൊന്നും വരണ്ട, അവരെ നോക്കി നമ്മളെന്തിനാ സമയം കളയുന്നത്. അതുകൊണ്ട് ശാരദാമ്മ പറയുന്നത്, എന്റെ മോള് കേൾക്കോ, അച്ഛൻ വരുമ്പോ വരട്ടെ, നമ്മളിപ്പോ അതിനുവേണ്ടി വാശി പിടിക്കൊന്നും വേണ്ട. സത്യം പറയും, ഇല്ല, എന്നെ എല്ലാവരും കൂടെ പറഞ്ഞു പറ്റിക്കുക. എന്റെ അച്ഛൻ വരുന്നു പറഞ്ഞിരിക്കുന്നത് ഈശ്വരനാ. ഈശ്വരൻ പറഞ്ഞാ വരും, ഞാനൊന്ന് നോക്കട്ടെ ഇനി പുറത്തെങ്ങാനും ഉണ്ടോന്ന് എന്ന് പറഞ്ഞ് കട്ടിലിന് ഇറങ്ങി ഓടുക. സത്യേ നിക്ക് എന്ന് പറയുന്നുണ്ടെങ്കിലും സത്യ പോകും. ശാരദാമ്മ വിചാരിക്കും, സത്യയുടെ കാര്യം ആലോചിച്ചിട്ട് ചങ്ക് കത്തുന്നുണ്ടല്ലോ ഭഗവാനെ, ഇനി ഇത് മാറ്റാൻ പറ്റുമെന്ന് തോന്നില്ല. അച്ഛൻ വരുന്നുള്ളൊരു ഉറപ്പ് സത്യയുടെ ഉള്ളില് ആഴ്ന്നിറങ്ങിയിരിക്കുക. ഇനി ഇത് മാറണമെങ്കില് യഥാർത്ഥ അച്ഛൻ തന്നെ വരണം. ദേവി, എന്താ നിന്റെ മനസ്സില്? എന്തിനാ ഈ കുരുന്നിനിട്ട് ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു പോയി നോക്കുമ്പോ സത്യം ഉണ്ടാവും ഉമ്മറത്ത് വന്ന് അച്ഛനെ ഇങ്ങനെ തിരയുന്ന്. അച്ഛനെ കാണാനില്ലല്ലോ. സത്യം ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോ ശാരദാമ്മയ്ക്കും സങ്കടമുണ്ട്. ശേഷം പിന്നീട് കാണിക്കുന്നത് ശാലിനിയാണ്. ശാലിനി ഇങ്ങനെ പൂജയ്ക്ക് പോയപ്പോ സത്യഭാമ പറഞ്ഞിരുന്ന വാക്കുകളൊക്കെ ആലോചിക്കാണ്. അവരുടെ ഉള്ളില് പകയാ. എന്നെ അകറ്റി ഓടിച്ചതുപോലെ അവർ ശ്യാമയെയും അവിടെ നിന്ന് ഇറക്കി വിടും. അവളുടെ ജീവിതവും അവർ നശിപ്പിക്കും. അതിനൊരു കാരണം കിട്ടാനായിട്ട് കാത്തിരിക്കുന്ന സത്യമ്മയുടെ മുന്നിലേക്ക് പപ്പി ശ്യാമയുടെ മകളല്ല എന്നുള്ള സത്യം ഒരിക്കലും കടന്നു ചെല്ലരുത്. അവരറിയരുത്. അറിഞ്ഞാൽ അവർ ശ്യാമയെ വെറുക്കും. പിന്നെ എന്റെ അവസ്ഥ തന്നെയായിരിക്കും ശ്യാമയ്ക്കും. ഫോൺ വിളിച്ച് സത്യം പറയാൻ നടക്കുന്നവളുടെ ലക്ഷ്യം മനസ്സിലാക്കി അവൾക്ക് ആവശ്യമുള്ള ഇര എറിഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ അവൾ എല്ലാവരുടെ ജീവിതവും തകർക്കും. വിളിക്കുന്നവള് പഠിച്ച കള്ളിയാണ്, തന്ത്രങ്ങൾ അറിയാവുന്ന പഠിച്ച കള്ളി. അതുകൊണ്ട് സൂക്ഷിച്ചു തന്നെ ഓരോ ചുവടും വെക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴായിരിക്കും സുസ്മിത വിളിക്കുന്നത്. ശാലിനി ഫോൺ എടുത്ത് നോക്കുമ്പോ ഇത് അവള് തന്നെയാ എന്ന് പറഞ്ഞിട്ടാണ് ആ കോൾ എടുക്കുന്നത്. സുസ്മിത വീണ്ടും സാരി കൊണ്ട് വോയിസ് മറയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഹായ് ശാലിനി. ശാലിനിക്കും എന്താ നിനക്ക് വേണ്ടത്? അയ്യോ, നീയൊന്നും ചെയ്യണ്ട. ചെയ്യാനുള്ള കാര്യങ്ങൾ സമയാസമയങ്ങളിൽ കൃത്യമായിട്ട് ഞാൻ ചെയ്തു തരും. അത് നീ കണ്ണീരോടെ സ്വീകരിച്ചാൽ മാത്രം മതി. ശാലിനി പറയും, നീ ആരാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞങ്ങളെല്ലാം നിനക്കറിയാം. പണമാണെങ്കിൽ പണം, അത് എത്രയാണെന്ന് വെച്ചാൽ നിനക്ക് തീരുമാനിക്കാം. നീ പറയുന്ന സ്ഥലത്ത് ഞാൻ എത്തിക്കും. സുസ്മിത പറയും, പണത്തിന് മുകളിൽ പരുന്തും പറക്കില്ലെന്നല്ലേ പറയുന്നത്? പക്ഷെ പരുന്ത് പറക്കും, ജീവനെടുക്കാൻ വട്ടമിട്ട് പറക്കും. ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ കൊത്തി പറിച്ചു കളയും. ശാലിനി പറയും, നീ തകർക്കാൻ ശ്രമിക്കുന്നത് കുറെ പേരുടെ ജീവിതങ്ങളാ, അത് നീ മറക്കണ്ട. സുസ്മിത പറയും, ജീവിതം അത് നിനക്കും നിന്റെ അനുജത്തിക്കും മാത്രമുള്ളതല്ലല്ലോ, അത് മറ്റുള്ളവർക്കും ഉണ്ട്. അത് നിന്നെ ഒന്ന് ബോധ്യപ്പെടുത്തണം. പിന്നെ എല്ലാ സത്യങ്ങളും സത്യഭാമയെ അറിയിക്കുകയും വേണം. ഇത് രണ്ടും ഭംഗിയായി നടത്തിയിട്ടേ ഞാനിത് അവസാനിപ്പിക്കൂ. ശാലിനിക്ക് ദേഷ്യം വരുന്നുണ്ട്. പറ, എന്താ നിന്റെ ലക്ഷ്യം? ലക്ഷ്യോ? ശാരദാമ്മയുടെയും മക്കളുടെയും സ്വസ്ഥതയുള്ളൊരു ജീവിതം തകർക്കുക. അതെന്തിനാണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഒരു നേരം പോക്ക്, ജസ്റ്റ് ഫോർ എ ടൈം പാസ്. ഞാനങ്ങനെയാ, ചില കാര്യങ്ങൾ ഒരു വീണ്ടു വിചാരം ഇല്ലാതെ അങ്ങ് ചെയ്തു കളയും. ശാലിനിക്കും അപ്പൊ നീ ആരാണെന്ന് അറിയിക്കാതെയുള്ള മുന്നോട്ടു പോകാനുള്ള ഒരുക്കത്തിലാ. സുസ്മിത പറയും, അതെ, പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഞാൻ അല്പം കൂറുള്ളവളാ. ഇതുവരെ ആ സത്യം സത്യഭാമയുടെ മുന്നിൽ അറിയിച്ചിട്ടില്ല. പക്ഷേ ആ ഒരു ഇളവ് എപ്പോഴും കിട്ടിയെന്ന് വരില്ല കേട്ടോ. ഏത് നിമിഷവും ഞാനത് പറയാതിരിക്കാന്നുള്ളതിന് നോ ഗ്യാരണ്ടി. ശാലിനി വീണ്ടും ചോദിക്കും, പണാണോ നിന്റെ ആവശ്യം? സുസ്മിത പറയും, എനിക്ക് വേണ്ടത് പണമല്ല, നിന്റെ പതനവും നിന്റെ കണ്ണീരും. അത് രണ്ടും ഭൂമി ദേവിക്ക് കാണിക്ക വെച്ചിട്ട് ഞാൻ ഇവിടം വിട്ടു പോവൂ. അതുവരെ ഞാൻ നിനക്ക് ചുറ്റും ഇങ്ങനെ വട്ടമിട്ട് ചുറ്റിക്കൊണ്ടേയിരിക്കും. നിനക്ക് എന്നെ പൂട്ടാനുള്ള പല വഴികളും നോക്കാം. പിടിതരാതിരിക്കാൻ ഞാനും ശ്രമിക്കാം. ശാലിനിക്കും, നീ ആരാ? സുസ്മിത പറയും, പപ്പി രോഹിത്തിന്റെയും ശ്യാമയുടെയും മകളല്ല എന്നുള്ള സത്യം സത്യഭാമയെ അറിയിച്ചിട്ട് ഞാൻ നിന്റെ മുന്നിലേക്ക് വരുന്നുണ്ട്. എന്റെ വിശ്വരൂപം നിന്നെ ഒന്ന് കാണിക്കാൻ. അതുവരെ നമുക്ക് കള്ളനും പോലീസും കളിക്കാം. ഇതുവരെ എനിക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ പറ്റാത്ത കളക്ടർക്ക് ആ ഒരു പദവി ഒരു മാന്യതക്കേടാ. എന്തായാലും ഒരുങ്ങി ഇറങ്ങിയതല്ലേ, എന്നെ പൊക്കാൻ പറ്റുമെന്നൊന്ന് ശ്രമിക്കേ. കാര്യങ്ങൾ ഒരല്പം കൂടെ സ്പീഡാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ആ കോള് കട്ട് ചെയ്യണേ. പാവം കളക്ടർ. അവൾക്കറിയില്ലല്ലോ കേരളത്തിലെ ഒരു ജയിലും സുസ്മിതയെ പൂട്ടാനുള്ള താഴില്ലെന്ന്.
ഇതേ സമയം ആരാണ് വിളിക്കുന്നതെന്ന് അറിയാതെ ആ ഒരു പേടിച്ചിട്ടാ ശാലിനി നിൽക്കുന്നത്. എന്നാൽ നല്ല ദേഷ്യവും ഉണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ശ്യാമ ഇങ്ങനെ പപ്പിമോളെ വീട്ടിലിരുത്ത് ഇങ്ങനെ പഠിപ്പിക്കാ. ഈ സമയം ശാലിനി ഇങ്ങനെ എന്തോ ആലോചിച്ചതിനു ശേഷം ശ്യാമയെ വിളിക്കാ. ഫോണ് ബെല്ലടിക്കുമ്പോ തന്നെ പപ്പിക്കും ആരാ അമ്മേ? സത്യയുടെ അമ്മയാ. ശാലിനി ഫോൺ എടുത്ത ഉടൻ തന്നെ പറയും എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. എവിടെ വരാൻ പറ്റാന്ന് വെച്ചാൽ വന്നിട്ട് വിളിക്കേ, ഞാൻ അങ്ങോട്ട് വരാം. ശ്യാമ പറയും ശരി എന്ന് പറഞ്ഞ് ആ കോള് കട്ടയും. പപ്പിക്കും എന്താ അമ്മേ? ഏയ് ഒന്നുമില്ല, മോള് പഠിച്ചോ. ശേഷം വിചാരിക്കും എന്തിനായിരിക്കും കുഞ്ഞേച്ചി കാണണമെന്ന് പറഞ്ഞത്. പപ്പിയോട് പറയും മോളിരുന്ന് പഠിച്ചോ, അമ്മ ഇപ്പൊ വരാവേ എന്ന് പറഞ്ഞ് ശ്യാമ അവിടുന്ന് പോകും. അങ്ങനെ പപ്പി അവിടെ ഇരുന്ന് പഠിക്കാ. ഇതേ സമയം സത്യ അച്ഛൻ വരുന്നുള്ള പ്രതീക്ഷയില് സങ്കടത്തോടു കൂടി ഇങ്ങനെ ഗേറ്റിന്റെ അവിടെ വന്നിങ്ങനെ നിൽക്കുക. അച്ഛനെന്താ വരാത്തത്? അച്ഛൻ വരുന്ന് ഭഗവാൻ പറഞ്ഞതാണല്ലോ, പിന്നെന്താ അച്ഛൻ വരാൻ വൈകുന്നത്? ഇനി അച്ഛനെ വഴിയെങ്ങാണം തെറ്റിപ്പോയിട്ടുണ്ടാകുവോ? കുറെ കാലായില്ലേ വന്നിട്ട്, വഴി തെറ്റാനും സാധ്യതയുണ്ട്. അപ്പോ ശാരദാമ്മ വരും. മോളെ വന്നീ പാല് കുടിക്കേ. എത്ര നേരമായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നു. സത്യ വീണ്ടും പറയും ശാരദാമ്മ മറന്നോ, അച്ഛൻ വരുന്നു പറഞ്ഞതല്ലേ? വരുമ്പോ എന്നെ തന്നെ ആദ്യം കാണണം, അതിനാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. ശാരദാമ്മ പാലുമായിട്ട് സത്യയുടെ അടുത്തേക്ക് ചെല്ലാ. ഹു, അച്ഛൻ വരും മോളെ, മോളി പാല് കുടിക്കേ. സത്യ പറയും അച്ഛൻ വരാതെ ഞാൻ ഒന്നും കുടിക്കില്ല. അച്ഛൻ വന്നിട്ട് അച്ഛന്റെ കൈ കൊണ്ട് എനിക്ക് എടുത്തു തരണം, എന്നാലേ ഞാൻ കുടിക്കൂ. ശാരദാമ്മ പറയും മോള് വെറുതെ വാശി പിടിക്കാതെ. 100 തിരക്കുകളായിട്ട് ഓടി നടക്കുന്ന ഒരാൾക്ക് അതെല്ലാം ഇട്ടെറിഞ്ഞ് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ഇത് കുടിക്കേ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞ് അതങ്ങ് തട്ടും, താഴെ കളയുന്നില്ല. മറ്റുള്ളവരുടെ അച്ഛന്മാരോടൊക്കെ പറയുമ്പോ അവരൊക്കെ മക്കളുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ടല്ലോ, എന്റെ അച്ഛന് മാത്രം എന്താ എന്റെ അടുത്തേക്ക് വരാൻ ഇത്രയും മടി? എന്നെ കാണാൻ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ലേ? ശാരദ പറയും അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ കുഞ്ഞെ, ഇന്നല്ലെങ്കിൽ വേറൊരു ദിവസം സത്യമോളെ കാണാൻ അച്ഛൻ വന്നിരിക്കും. സത്യ പറയും ഇല്ല, അച്ഛൻ ഇന്ന് തന്നെ വരും, ഭഗവാൻ എന്നെ പറ്റിക്കില്ല. ശാരദ പറയും ശരി സമ്മതിച്ചു, ഈ പാല് കുടിച്ചുകൊണ്ട് ഇവിടെ നിന്ന് നോക്കാലോ. വേണ്ടെന്ന് പറഞ്ഞ വേണ്ട എന്ന് പറഞ്ഞ് വീണ്ടും ശാരദാമ്മയുടെ കൈ തട്ടും. മോളെ ഷു, ഇനി എന്തു പറഞ്ഞ ഈ കൊച്ചിനൊന്ന് കഴിപ്പിക്കുക. വീണ്ടും ചോദിക്കാൻ നിൽക്കുമ്പോഴേക്കും സത്യ പറയും ശാരദാമ്മ ഒന്ന് പോയ ഇവിടുന്ന്. ഓ എന്ന് പറഞ്ഞ് ശാരദാമ്മ പോകും. സത്യ ഇങ്ങനെ നോക്കി നിന്ന് പതിയെ അവിടെ താഴെ ഇരിക്കുക. ശാരദാമ്മ തിരിഞ്ഞു നോക്കുമ്പോ അവിടെ ഇരിക്കുക. ആഹാ, അവിടെ ഇരിപ്പായോ? ശാരദാമ്മ ഒന്നും മിണ്ടാതെ പോയേ. ശാരദാമ്മ ഓ എന്ന് പറഞ്ഞ് ഒന്നും മിണ്ടാതെ അവിടെ ഇരുന്ന് സത്യയെ നോക്കണേ. സത്യ ഇങ്ങനെ ആ മണ്ണിലിരുന്ന് അച്ഛൻ വരുന്നതും കാത്തിരിക്കുക. ഇരുത്തം കാണുമ്പോ ശാരദാമ്മയ്ക്ക് സങ്കടാവുന്നുണ്ട്. ശേഷം പിന്നീട് കാണിക്കുന്നത് പപ്പി മോളെ ഫോൺ എടുത്ത് സത്യയെ വിളിക്ക. പപ്പിയാണല്ലോ എന്ന് പറഞ്ഞ് ശാരദാമ്മ കോൾ എടുക്കുക. ഹലോ ശാരദാമ്മയാണോ? അതെ ശാരദാമ്മയാണ്. സത്യ എവിടെ? സത്യമോൾ ഇവിടെ വാശി പിടിച്ച് പാല് പോലും കുടിക്കാതെ ഇരിക്കുക. പപ്പി പറയും ഫോണൊന്ന് കൊടുത്തേ. അപ്പൊ ശാരദാമ്മ പറയും മോളെ ഇതാ പപ്പി വിളിക്കുന്നു. അപ്പൊ സത്യ വേഗം എഴുന്നേറ്റ് ഓടിപ്പോയി ആ ഫോൺ വാങ്ങിക്ക. ആ പപ്പിക്കും എന്താ സത്യ പ്രശ്നം? നീ എന്താ പാല് കുടിക്കാത്തെ? ഇന്നെന്റെ അച്ഛൻ വരും പപ്പി, അച്ഛൻ വന്നിട്ട് ഞാൻ എന്തെങ്കിലും കഴിക്കുമെന്ന് തീരുമാനിച്ചിരിക്കുക. പപ്പിക്കും അച്ഛനെന്ന് വരുന്ന ആരാ പറഞ്ഞത്? സത്യ പറയും ഈശ്വരൻ. നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, ഈശ്വരൻ പറഞ്ഞ കേൾക്കാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഇന്ന് എന്റെ അച്ഛൻ വരുന്നേ. പപ്പി പറയും എന്തായാലും നീ ശാരദാമ്മ കൊണ്ടുവന്ന പാല് കുടിക്കേ, എന്നിട്ട് അച്ഛൻ ഇന്ന് വന്നില്ലെങ്കിൽ നമുക്ക് ഭഗവാന്റെ അടുത്ത് പോയി ചോദിക്കാം. എന്താ ഞാനും വരാം, പക്ഷെ ഇപ്പൊ നീ പാല് കുടിക്കണം. സത്യ പറയും പാല് മാത്രമേ കുടിക്കൂ. പപ്പി പറയും മതി, ഇപ്പൊ പാല് മാത്രം കുടിച്ചാ മതി, അത് മുഴുവൻ കുടിച്ചിട്ട് എന്നോട് പറ, ഞാൻ ഹോൾഡ് ചെയ്യാം. ഇത് കേൾക്കുമ്പോ ശാരദാമ്മ ഇങ്ങനെ സത്യയെ തന്നെ നോക്കുക. ശാരദാമ്മയോട് സത്യ പറയും ഇപ്പൊ ഞാൻ ഒരല്പം പാല് കുടിക്കും, പക്ഷെ മറ്റൊന്നും ഞാൻ കഴിക്കില്ല. ശാരദാമ്മ പറയും ശരി, പാല് മാത്രം കുടിച്ചാ മതി, ദാ എന്ന് പറഞ്ഞത് കൊടുക്കുക. സത്യ വാങ്ങിച്ചു കുടിക്കും. പപ്പി പറയുന്നുണ്ട് സത്യയെ മുഴുവനും കുടിക്കണേ. ആ എന്ന് പറഞ്ഞ് അത് മുഴുവൻ കുടിക്കാൻ ശാരദാമ്മ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഓക്കെ സത്യ പറയും പപ്പി ഞാൻ മുഴുവൻ കുടിച്ചു കേട്ടോ. ശാരദാമ്മ പറയും മിടുക്കി. സത്യ പറയും ഞാനിനി അച്ഛൻ വരുന്നുണ്ടോന്ന് ഒന്നുകൂടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഗേറ്റിന്റെ അടുത്തേക്ക് ഓടിപ്പോകും. എന്നിട്ട് അവിടെ പോയി ഇരിക്കണേ. ശാരദാമ്മ വിചാരിക്കും ഈശ്വര ഈ കുഞ്ഞിനെ ഞാൻ എങ്ങനെയൊന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നത്. ശേഷം പിന്നീട് കാണിക്കുന്നത് ശാലിനി ശ്യാമയോട് സംസാരിക്കുന്നതാണ്. അവരൊരു സ്ഥലത്ത് വെച്ച് കാണുക. ശാലിനി പറയും വരണമെന്ന് പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാ. എന്താ കുഞ്ഞേച്ചി? ശാലിനി പറയും മറ്റൊന്നുമല്ല, ഈ അടുത്ത ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും ആരെങ്കിലും ഫോൺ ചെയ്യുകയോ എന്തെങ്കിലും വിവരങ്ങൾ വിളിച്ചു ചോദിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നോ? ശ്യാമ പറയും ഇല്ല. ശാലിനിക്കും പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് എന്തെങ്കിലും മെസ്സേജോ ഫോൺ വിളിയോ അങ്ങനെ എന്തെങ്കിലും? ശ്യാമ പറയും ഇല്ല, അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ശാലിനി പറയും അപ്പൊ വിളിക്കുന്നവളുടെ ടാർഗറ്റ് ഞാൻ തന്നെയാ, എന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെയാ അവള് മുന്നോട്ട് പോകുന്നത്. ശ്യാമയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. ആരാ കുഞ്ഞേച്ചി? അല്ല എന്താ ഇപ്പൊ ഉണ്ടായത്? ശാലിനി പറയും എന്താ അവളുടെ ലക്ഷ്യം എന്ന് എനിക്കറിയില്ല, പക്ഷെ അവൾക്ക് നമ്മുടെ എല്ലാ രഹസ്യങ്ങളും അറിയാം, അത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാ, അതാ ഉദ്ദേശം. ശ്യാമ ഞെട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളെ അടുത്തറിയാവുന്ന ആരെങ്കിലും തന്നെ ആയിരിക്കും. അല്ല കുഞ്ഞേച്ചിക്ക് ആരെങ്കിലും സംശയമുണ്ടോ?
ഉണ്ട്. അതാ ഞാൻ ചോദിച്ചത്, ഈ അടുത്ത ദിവസങ്ങളിലെ ആരെങ്കിലും വന്നിട്ടുണ്ടോന്ന്. ഈ അകന്നു നിൽക്കുന്നവർ വല്ലാതെ അടുക്കുമ്പോഴും ഈ അടുത്ത് നിന്നവരെ വല്ലാതെ അകലുമ്പോഴും നമ്മൾ അവരെ ഒന്ന് സൂക്ഷിക്കണം. കാരണം നമ്മളെ തകർക്കാനുള്ള എന്തെങ്കിലും ഒരു ചതി അവരുടെ ഉള്ളിൽ കാണും. ക്ഷമയ്ക്കും അല്ല കുഞ്ഞേച്ചി, അവരെന്ത് രഹസ്യ പറയുന്നത്. ശാലിനി പറയും, നമുക്ക് കുറച്ചു പേർക്ക് മാത്രം അറിയാവുന്ന ആ രഹസ്യം. അതാ എന്നെ വിളിക്കുന്നവള് പറയുന്നത് പപ്പി എന്റെ മോളാണെന്നുള്ള സത്യം. ക്ഷമ അങ്ങ് ഞെട്ടും. കുഞ്ഞേച്ചി. ശാലിനി പറയും, ഇതെങ്ങനെ അവള് മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. ചതിക്കാൻ തയ്യാറായി നമുക്ക് ചുറ്റും ആളുള്ളപ്പോ ചതിക്കപ്പെടാൻ എത്ര നേരം വേണം? അവളത് സത്യമേ അറിയിക്കുന്ന ഭീഷണിപ്പെടുത്തുന്നത്. ക്ഷമ കുഞ്ഞേച്ചി, എല്ലാം കലങ്ങി തെളിയാൻ സമയം എന്നാ തോന്നുന്നത്. സത്യങ്ങൾ എന്നായാലും പുറത്തു വന്നേ പറ്റൂ. ഒരുപക്ഷെ അതിനുള്ള വഴിയായിരിക്കും ഇത്. ശാലിനി പറയും, അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റുമോ? അതിനുവേണ്ടിയാണോ എന്റെ വിഷ്ണുവേട്ടനിൽ നിന്ന് പോലും ഞാനിത് മറച്ചു വെച്ചത്? ഇത് സത്യമായി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം അതോടുകൂടി തീരും. പിന്നെ എന്നെ പോലെ നീയും ആ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടും. പിന്നെ രോഹിത്തിന്റെ അവസ്ഥ പോലും എന്തായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ എല്ലാം ഇട്ടെറിഞ്ഞ് എല്ലാവരുടെ ജീവിതം നശിപ്പിക്കാനും ഞാൻ തയ്യാറല്ല. ക്ഷമ കരഞ്ഞുകൊണ്ട് കൈപിടിച്ചിട്ട് പറയും, എന്റെ കുഞ്ഞേച്ചി, എനിക്ക് വേണ്ടി ഇനിയും ത്യാഗം ചെയ്യരുത്. ഓരോ നിമിഷവും അതോർത്ത് വിങ്ങിപ്പൊട്ടി കഴിയാനേ എനിക്കിപ്പോ കഴിയുന്നുള്ളൂ. ഒരു ദിവസം എനിക്ക് എന്റെ കുഞ്ഞേച്ചിക്ക് വേണ്ടി ജീവിക്കണം. ഇപ്പൊ ഞാൻ ജീവിക്കുന്നത് തന്നെ എന്റെ സ്വാർത്ഥതയെ ശപിച്ചുകൊണ്ടാ. അങ്ങനെ ഇനി ജീവിക്കാൻ എനിക്ക് വയ്യ. മറ്റാരെങ്കിലും സത്യാമ്മയുടെ സത്യങ്ങൾ തുറന്നു പറയുന്നതിന് മുമ്പ് നമ്മളായിട്ട് പറഞ്ഞറിയിക്കണം. വരുന്നത് പോലെയൊക്കെ വരട്ടെ, അനുഭവിക്കാം. ഇറക്കി വിടുകയാണെങ്കിൽ ഇറക്കി വിടട്ടെ. നമ്മുടെ അമ്മയല്ല ഇവിടെ, കുടുംബശ്രീ ഹോട്ടലില്ല ഇവിടെ. ഉള്ള സമാധാനത്തോടു കൂടി ഞാൻ അവിടെ കഴിഞ്ഞോളാം. വിഷ്ണുവേട്ടനും സത്യങ്ങളൊക്കെ അറിയട്ടെ. പിന്നെ പപ്പിയും സത്യയും നിങ്ങൾ രണ്ടുപേരും കൂടെ ഒത്തൊരുമയായിട്ട് ഒരു കുടുംബത്തോടെ കഴിയണം. അത് കാണാനുള്ള ഭാഗ്യം അത് മതി എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ശാലിനിയെ അങ്ങ് കെട്ടിപ്പിടിക്കുക. ശാലിനിയെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് പറയും, ശ്യാമേ എന്താ ഇത്? ആരെങ്കിലുമൊക്കെ കാണും, നീ കരയാതെ എന്ന് പറഞ്ഞ് കണ്ണീരൊക്കെ തുടയ്ക്കുക. അങ്ങനെ ഒരു ജീവിതം നീ തെരഞ്ഞെടുക്കണം എന്ന് പറയാനല്ല ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത്. ഇതിലും സന്തോഷത്തോടു കൂടി നീയും പപ്പിമോളും രോഹിത്തും ജീവിക്കണം എന്ന് പറയാൻ തന്നെയാ വിളിച്ചതും കാണണമെന്ന് പറഞ്ഞതും. കുഞ്ഞിച്ചി. ശാലിനി പറയും, ഫോൺ വിളിയൊക്കെ എനിക്ക് വിട്ടേക്ക്, ഞാൻ ഡീൽ ചെയ്തോളാം. ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അറിയിക്കാനാ ഞാൻ വിളിപ്പിച്ചത്. പിന്നെ വീട്ടിൽ ആരൊക്കെ സത്യമേ കാണാൻ വരുന്നുണ്ട്, ഫോൺ കോള് എല്ലാം നീ ശ്രദ്ധിക്കണം. ശത്രു ആരാണെന്ന് അറിയുന്നത് വരെ അവളുടെ ശക്തിയും ലക്ഷ്യവും നമുക്കറിയാൻ പറ്റില്ല. അതുകൊണ്ട് അവൾ ആരാണെന്ന് അറിയുന്നത് വരെ ഒരു ശ്രദ്ധയുണ്ടാവണം. സങ്കടപ്പെടാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്, സൂക്ഷിക്കാൻ വേണ്ടിയാണ്. ക്ഷമയ്ക്കും അല്ല, വിളിക്കുന്നത് ആരാണെന്നുള്ള വല്ല സൂചനയും? ശാലിനി പറയും, ഇല്ല. പക്ഷെ അധികം വൈകാതെ അവൾ എന്റെ മുന്നിൽ വന്ന് ചാടും, ഇല്ലെങ്കിൽ ഞാൻ ചാടിക്കും എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോ ശാലിനിക്ക് ഒരു കോള് വരികയാണ്. സൈബർ സെല്ലിലെ ആളാണെന്ന് തോന്നുന്നു. അങ്ങനെ ആ കോൾ ഇങ്ങനെ ശാലിനി നോക്കുന്നത് കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത്. പിന്നീട് അതിന്റെ പ്രൊമോ വന്നിട്ടുണ്ട്. അതിൽ കാണിക്കുന്നത് സൈബർ സെൽ എന്ന് വിളിക്കുന്ന ആള് പറയുന്നത് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ മാഡം ഉദ്ദേശിക്കുന്ന ആളായിരിക്കില്ല, അത് ഒരു ഫേക്ക് ഐഡിയ ആയിരിക്കും. ഇത് കേൾക്കുമ്പോൾ ശാലിനിക്ക് നിരാശയാണ് ഫലം. പിന്നീട് കാണിക്കുന്നത് സത്യ ഇങ്ങനെ വാശി പിടിക്കുമ്പോൾ ശാലിനിയുടെ കയ്യിൽ നിന്ന് അടി കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. സത്യയെ പിന്നീട് എവിടെ നോക്കിയിട്ടും കാണുന്നില്ല. നീ തല്ലിയതുകൊണ്ട് അവൾ എവിടേക്കെങ്കിലും പോയതാണോ എന്നിങ്ങനെ ശാരദാമ്മ കരഞ്ഞു ചോദിക്കുമ്പോൾ പപ്പി അങ്ങോട്ട് വരിക. ചേച്ചിയമ്മേ എന്ന് വിളിച്ചുകൊണ്ട് ശേഷം സത്യ അവിടെ ഇല്ലാത്ത കാര്യം അറിയുമ്പോൾ പപ്പിയാണ് സത്യ എവിടെ പോയതാവാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നത്. അങ്ങനെ ശാലിനിയും പപ്പിയും കൂടെ സത്യയെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നതും ഈ ഭാഗത്ത് കാണാം. അപ്പോൾ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്